ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പറായി എഗ് മസാലയാണ്. ചപ്പാത്തിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മുട്ടക്കറിയിൽ ആദ്യം നമ്മൾ മസാല റെഡിയാക്കുക. അതിൽ 2 ഏലക്ക, 2-3 ഗ്രാമ്പു, കുറച്ച് കറുവപ്പട്ട, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് ആദ്യം നമുക്ക് ഇത് മിക്സർ ജാറിൽ ഇടാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത് 1/2 സ്പൂണ് പെരുംജീരകം, പിന്നെ 1/2 സ്പൂണ് നമ്മളിത് ജീരകം ഇടാം. ഇത് കഴിഞ്ഞ് ഇതിൽ 2 പച്ചമുളക് ഇടാം, ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയുടെ, പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഒരു 8-10 വെളുത്തുള്ളി ഇടാം. ഇത് ഇച്ചിരി ചെറുതായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ടൊമാറ്റോ ഇട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി സൈഡിൽ വെച്ചേക്കാം. പാനിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. ഇതിൽ നമ്മൾ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ട് ഫ്രൈ ചെയ്യുക. നല്ലപോലെ വാട്ടിയെടുക്കുക. ഒരു ഇച്ചിരി കളർ ചേഞ്ച് ആവുന്നവരെ നമുക്ക് നല്ലപോലെ സവോള ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ കാണാം നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറായി സവോള റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ച് ആ പേസ്റ്റ് ഇടാം. ഈ പേസ്റ്റ് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു 3-4 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇത് ഒരു 3-4 മിനിറ്റിക്ക് വേണ്ടി മൂടി വെച്ചേക്കാം. അപ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും. അതിൻ്റെ അർത്ഥം അത് നല്ലപോലെ ഫ്രൈ ആയി. ഇത് കാണാമല്ലോ, നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ആ പച്ചപ്പ് സ്മെല്ല് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഇവിടെ മസാല ഇട്ട് തരാം. അപ്പോൾ മസാലയിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇടുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മൾ ഇതില്ലാതെ വേറെ ഒരു മസാല ഇടുന്നില്ല, കാരണം ഗരം മസാല ഇടാൻ ആവശ്യമില്ല. നമ്മൾ എല്ലാ ഗരം മസാല നല്ലപോലെ പൊടിച്ച് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മസാല നല്ലപോലെ സ്മൂത്തായി ഫ്രൈ ആയി കിട്ടും. അതിൻ്റെ കൂടെ ഫ്രണ്ട്സ്, ഇത് നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് തൈരാണ്. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്ത് ഒരു 1/2 കപ്പ് തൈരിടും. ഫ്രണ്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കണം, ഇത് നമ്മൾ പുളിയില്ലാതെ തൈര് എടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഈ മിൽക്ക് മിസ്റ്റൊക്കെ കിട്ടില്ലേ, അതിലൊന്നും പുളിപ്പ് കാണില്ല. ആ തൈരാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ സമയത്ത് വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കാം. തീരെ മീഡിയം സ്ലോ ഫ്ലെയിമിൽ ഗ്യാസ് വേണം, അല്ലെങ്കിൽ ഇത് ഓഫാക്കിയാൽ മതി. നമുക്ക് തൈര് നല്ലപോലെ മസാലയിൽ മിക്സ് ആക്കി കഴിഞ്ഞ് തിരിച്ച് ഗ്യാസ് ഓൺ ആക്കാവുള്ളൂ. അങ്ങനെ ചെയ്താൽ നമ്മൾ ഈ തൈര് പൊട്ടി വരുന്നില്ല. നല്ലപോലെ മസാലയിൽ മിക്സായി കണ്ടോ. ഇപ്പം നല്ലപോലെ മസാലയിൽ മിക്സ് ആയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഗ്യാസ് സ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് മൂടി വേവിക്കുക. അപ്പം നല്ലപോലെ ഓയിൽ സെപ്പറേറ്റ് ആവും. അപ്പോൾ ഈ സമയം നമ്മൾ ഒരു 5 മിനിറ്റ്സ്ക്ക് ഇത് മൂടി വെച്ചേക്കാം. കണ്ടോ, ഇപ്പം നല്ലപോലെ ഓയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ തൈരും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന്, ഗ്യാസ് വെച്ചിട്ട് നമ്മൾ തൈര് ഇടുകയാണെങ്കിൽ ആ തൈര് അപ്പം തന്നെ പൊട്ടിപ്പോവും. അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രേവി നല്ല സ്മൂത്ത് ആവാൻ വേണ്ടി നമ്മളിങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ എത്ര ഗ്രേവി വേണം ആ രീതിയിൽ വെള്ളം ഒഴിക്കാം. ഞാൻ ഇതിലിപ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാവുന്നേ ഉള്ളൂ. ഒരു ചെറുതായിട്ട് ഇതിൽ തിളച്ച് വരും. അപ്പോൾ അതിൽ 1 സ്പൂണ് നമുക്ക് ഉപ്പിട്ട് തരാം. അതിൻ്റെ കൂടെ ഞാൻ ഇതിൽ ഇടുന്ന ഇച്ചിരി കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ടോട്ടൽ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണമെന്ന് ഇല്ല. നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞ് നമ്മൾ ഇതിൽ മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട ഫ്രണ്ട്സ്, ഞാനിങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അറിയാൻ പറ്റും, നോക്ക്. ഇതിങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്താൽ നല്ല ഒരു ലുക്കും വരും, ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം. അത് കഴിഞ്ഞ് ഇത് നമുക്ക് മൂടി ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അത് നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈ എഗ് മസാല ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഷുവറായിട്ട് നോക്കണം. ചപ്പാത്തിക്ക് നല്ല സൂപ്പർ